അച്ഛാ, അച്ഛൻ ഗുളിക കഴിച്ചില്ല. ആ പൊന്നിന്റെ അവിടെ ഇല്ലേ? പൊന്നി മോളുടെ അടുത്താ. ആ ഇപ്പൊ അതിന്റെ കാര്യം നോക്കാൻ ഇവിടെ ആളുള്ളു. എനിക്ക് കൈസായത്ര ആളുണ്ടായിരുന്നു, അയാൾ ഇപ്പൊ ഇല്ല. ഓ മിക്കവാറും ഇനിയിപ്പോ അങ്ങോട്ട് മരുന്ന് വെള്ളം ഉണ്ടാകത്തില്ലെന്ന് തോന്നുന്നു, ഇല്ലയോ? എന്തിനാ അച്ഛൻ ഇങ്ങനെ മുന വെച്ച് സംസാരിക്കുന്നത്? അച്ഛന്റെ കാര്യങ്ങൾ മുടങ്ങാതിരിക്കാൻ വേണ്ടിയല്ലേ ഞാൻ മരുന്നും വെള്ളമായിട്ട് വന്നത്. ദേ അച്ഛൻ ഈ ഗുളിക അങ്ങോട്ട് കഴിച്ചേ. അതെ, ഇതിപ്പോ രാത്രി ആയതുകൊണ്ട് നീ എടുത്തോണ്ട് തന്നു. പകലാണെങ്കിലോ എനിക്ക് മരുന്ന് വെള്ളം എടുത്തു തരാൻ ആരാ ഇവിടെ ഇരിക്കുന്നേ? പിള്ള ഉണ്ടായിരുന്നപ്പോ എനിക്ക് ഒന്നും അറിയണ്ടായിരുന്നു. സമയത്തിനനുസരിച്ച് കൃത്യമായിട്ട് ഓരോന്ന് എടുത്തു വരുമായിരുന്നു. ഇനിയിപ്പോ ആരാ അവിടെ ഉള്ള? പിന്നെ പൊന്നിക്കാണെ പിടിപ്പത് പണിയുമായി. ഇനിയിപ്പോ ചുമച്ചും കുറച്ചുകൊണ്ട് ഇവിടെ വടക്കോട്ട് ഇരുന്നാ മതി. തെക്കുന്ന് വരുന്ന വണ്ടിയൊക്കെ എണ്ണ. അച്ഛ, പിള്ളച്ചേട്ടനെ ഞാനായിട്ട് പറഞ്ഞു വിട്ടതല്ലോ. പിള്ളച്ചേട്ടൻ പറഞ്ഞ വാക്കുകൾ വല്ലാതെ കൊണ്ടപ്പോ ഞാൻ അതൊന്ന് തിരുത്താൻ നോക്കിയെന്നേ ഉള്ളൂ. അതിന് പിള്ളച്ചേട്ടൻ ഇങ്ങനെ ഇറങ്ങിപ്പോവെന്ന് ഞാൻ കരുതിയില്ല. അച്ഛാ, പോയാലും എവിടം വരെ പോവും? അച്ഛനെ പിരിഞ്ഞിരിക്കാൻ പിള്ളച്ചേട്ടന് പറ്റുമോ? അല്ലെങ്കിൽ ദേ അച്ഛൻ കണ്ടോ, നാളെ നേരം വെളുക്കുമ്പോ നമ്മുടെ വീടിന് മുന്നിൽ ആള് നിപ്പുണ്ടാവും. ഇതങ്ങനെ എന്നും പോകുന്ന പോലൊന്നും അല്ല. ഇപ്രാവശ്യം കരുതിക്കൂട്ടി തന്നെ പിള്ള പോയേക്കുന്നേ. കാരണേ അയാള് പറയുന്നതിൽ സത്യമുണ്ട്. ആ കുഞ്ഞെ ഇവിടെ എന്നാ ശരിയാവില്ല. ഓ കരയല്ലേ വാവേ, കരയല്ലേ. ഓ ഓ ആ കേട്ടാ, തുടങ്ങി അതിന്റെ കീറിപ്പൊളിക്കല്. ഇനി മനുഷ്യൻ ഇവിടെ സ്വസ്ഥമായിട്ടൊന്ന് കിടക്കാൻ പോലും പറ്റത്തില്ല. മോൾ അടങ്ങി ഇവിടെ കിടക്കണേ. പൊന്നിയാൻറ്റി വേഗം വരാട്ടോ. ഓ കരയല്ലേ വാവേ. അതെ, ഇവിടെ ഉള്ളവരുടെ സ്വസ്ഥത കളയാൻ വേണ്ടിട്ടാണോ നിന്റെ വീട്ടുകാർ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? അച്ഛാ, എന്തൊക്കെയായി പറയുന്നേ? അതൊരു കുഞ്ഞല്ലേ. കുഞ്ഞു ജീവടിന്റെ ശബ്ദമാ, കാതങ്ങോട്ട് തുളച്ച് കയറുവാ. ഈ ഒറ്റ കൊച്ചു മതി ഈ പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ അവരുടെ സ്ഥലവും വീടൊക്കെ വിറ്റേ എവിടെയെങ്കിലും പായ്. കുഞ്ഞേ, കുഞ്ഞിന്റെ അടുത്തേക്കൊന്ന് ചെല്ലുവോ? പഠിച്ച പണി 18 ഞാൻ നോക്കി, പക്ഷെ കരച്ചിൽ നിർത്തുന്നില്ല കുഞ്ഞ്. അതാ നിർത്തത്തില്ല. നിർത്തിയാലേ മറ്റുള്ളവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പറ്റത്തില്ലല്ലോ. അതാ അതാ പൊന്നി, ഈ മരുന്ന് അച്ഛന് കൊടുത്തേക്ക്. കുഞ്ഞെ, രാഘവൻ സാറിനോടൊന്നും പറയാൻ നിൽക്കണ്ട. പിള്ളച്ചേട്ടൻ പോയതിന്റെ ദേഷ്യത്തിലാ ഇങ്ങനെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറയുന്നത്. കുഞ്ഞു കൊച്ചിന്റെ അടുത്തേക്ക് ചെല്ല്. രാഘവൻ സാർ കുറച്ചു കഴിയുമ്പോ തനിയെ പോയി കിടന്നോളും. എന്തുവാടി രണ്ടുകൂടെ ഇന്ന് മന്ത്രിക്കുന്നേ?